ഇനി ക്ലാസ് പോവാം. ആ തെയ്യവാ പോവാം. പിന്നെ നാളെ ജൂനിയേഴ്സൊക്കെ വരുന്നത്. അപ്പം നമുക്ക് എല്ലാവരും റാഗ് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ആദ്യമായിട്ട് വന്നപ്പോൾ ഇവിടെ നമ്മളെ കോരൊക്കെ റാഗ് ചെയ്തില്ല. അപ്പം നമ്മളിപ്പോൾ തേർഡ് ഇയറിൽ അപ്പം നമുക്ക് എല്ലാവരും റാഗ് ചെയ്യണം. അതൊക്കെ നമുക്ക് നാളെ സെറ്റാക്കാം. പിന്നെ നമ്മളിപ്പോൾ ക്ലാസ്സിൽ പോയില്ലെങ്കിൽ നമ്മൾ സാറ് റാഗ് ചെയ്യും. അത് വേണ്ടെങ്കിൽ വേഗം പോവാ ക്ലാസ്സിൽ പോവാം. എന്നാൽ നമുക്ക് പോവാം. അപ്പം നാളത്തെ കാര്യം നാളെ നോക്കാം. എടുത്തയ്യ, നിങ്ങൾ ഇതുവരെ എവിടെ ഇരുന്ന്? ഞാൻ എത്ര നേരമായിന്നറിയാം ഇവിടെ ബോറടിച്ചെടുക്കാൻ തുടങ്ങിയിട്ട്. അച്ഛടാ സോറി മുട്ട, ഈ ഊഞ്ചി വെയിറ്റ് ചെയ്തായിരുന്നു, അതാ നേരം വൈകി. സോറി രസമ്മ, ഞാൻ ഇപ്പം കുറച്ച് ലേറ്റായി. പക്ഷേ ഇന്നലെ നൈറ്റ് കൊടുക്കുമ്പോൾ അലാറൊക്കെ വെച്ചായിരുന്നു. പക്ഷെ അലാറിനെ പറ്റിച്ച് അലാറം അടിച്ചില്ല രാവിലെ, അതാണ് കുഴപ്പം. സാധാരണ ആരെല്ലാം അലാറൊക്കെ വെച്ചാൽ അടിക്കും, പിന്നെ നമ്മൾ ഓഫ് ചെയ്താൽ പിന്നെ അടിക്കൂല. അങ്ങനെയല്ലടി ഊഞ്ചിയ, നീ ഓഫ് ചെയ്തോണ്ടല്ലടി അടിക്കാഞ്ഞേ? അത് പിന്നെ അലാറം അടിച്ചപ്പോൾ ഒരു വൃത്തികെട്ട സൗണ്ട്, എനിക്ക് ഓർക്കാൻ പറ്റിയില്ല, അപ്പം ഞാനെടുത്ത് ഓഫ് ചെയ്ത്. അതിനിപ്പോൾ എന്താ എടീ ഊഞ്ചിയ, ഇതന്നെയാണ് ഞാൻ പറഞ്ഞത്. അലാറം അടിക്കണതില്ലേ ഓഫ് ചെയ്ത് പിന്നെ കിടക്കാനല്ല, എണീക്കാൻ വേണ്ടിയിട്ടാണ് അടിക്കണത്. അപ്പം നീ ഓഫ് ചെയ്ത് പിന്നെ എങ്ങനെ അടിക്കാനാ? രണ്ടു നിർത്തിക്കേ, ഇപ്പം യൂഞ്ചി നീക്കാൻ നേരം വൈകി, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ക്ഷമിച്ച്, നീലും നിർത്ത്. ഞാൻ നേരത്തെ നീക്കും, അപ്പം പിന്നെ ലേറ്റ് ആവില്ലല്ലോ. എന്നാ പിന്നെ നാളെ കാക്ക മലർന്ന് പറന്ന് തന്നെ. പിന്നെ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. നാളെ നമ്മുടെ കോളേജിലില്ലേ ന്യൂ പ്രൊഫസേഴ്സൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്. ന്യൂ പ്രൊഫസേഴ്സോ? നിന്നോടാരാ പറഞ്ഞേ? നാളെ ജൂനിയേഴ്സൊക്കെ നാളെ വരുന്നത്, പക്ഷെ പ്രൊഫസേഴ്സോ? ആടി, ന്യൂ പ്രൊഫസേഴ്സ് തന്നെ. ഞാൻ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാഫ് റൂം പോയതാണ്. അപ്പോൾ ജാക്സൺ സാറ് പറയണ കേട്ട്, ഇനി വരുന്നുണ്ടോന്നാവും. മേബി വരുമായിരിക്കും, കാരണം ഇപ്പോൾ നമുക്ക് തന്നെ കുറവല്ലേ, അപ്പം ഇനി ജൂനിയേഴ്സിനുണ്ടാവും. ഇനി വരുന്ന ഏതെങ്കിലും ഒരു പ്രൊഫസർ എൻ്റെ വലയിൽ വീണാൽ മതിയായിരുന്നു. ഈ 2 വർഷം പോയെങ്കിൽ പോട്ടെ, 7 വർഷം കൂടി ഉണ്ടല്ലോ, ട്രൈ ചെയ്യണം. ഇഡിലിസേ, നിനക്കിതിപ്പോൾ നിർത്താനായില്ലേ? ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും പോയല്ല കേട്ടാ, തേർഡ് ഇയർ ആണേ. കുറച്ച് നമ്മൾ വെള്ളം കുടിക്കേണ്ടി വരും, അതിനിടയ്ക്ക് ഇത് വേണോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഈ ഒരു ഇയറെങ്കിലും ഏതെങ്കിലും ഒരാൾ വലയിൽ വീണാൽ മതിയായിരുന്നു. നീ കൈ നീട്ടിയിരുന്നപ്പോൾ വീഴും, അല്ല പിന്നെ. നീ പൊളിയാട്ടലിസേ, നീ തേർഡ് ഇയർ നിനക്ക് സീരിയസ് അല്ല, സമ്മതിച്ചു മോളെ. അത് പിന്നെ അങ്ങനെയാണല്ലോ. ലിസേ, പിന്നെ എൻ്റെ അസൈൻമെൻറ്റ് തന്നെ എനിക്ക് കുറച്ചും കൂടി കംപ്ലീറ്റ് ആക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം സബ്മിറ്റ് ആക്കാൻ. നിനക്ക് ഇനി എഴുതാനുണ്ടോ? ഞാൻ ഇൻ്റെ സബ്മിറ്റ് ചെയ്തല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നീ ഒഞ്ചിനെ നോക്കി എഴുതിക്കോ, അവളെ എഴുതിയിട്ടുണ്ടോ? അതെ, ഞാൻ ഇത് നോക്കി എഴുതിക്കോ, എൻ്റെ കംപ്ലീറ്റ് ആണ്, അത് കഴിഞ്ഞിട്ട് വേണം സബ്മിറ്റ് ആക്കാൻ. അപ്പോൾ തേയ യുഞ്ച, ഞാൻ പോവാണേ, ബായ്. പിന്നെ പറഞ്ഞതുപോലെ നാളെ ഫുൾ സെറ്റാക്കണം, മറക്കണ്ട, ലേറ്റ് ആക്കണ്ട കേട്ടോ രണ്ടും. അത് പിന്നെ പറയാനുണ്ട്, നാളെ ഫുൾ സെറ്റാണ്. അപ്പം മറക്കണ്ട യുഞ്ച, നാളെ ലേറ്റ് ആവില്ല കേട്ടോ, നേരത്തെ വന്നോണ്ടേ. അത് പിന്നെ പറയാനുണ്ട്, നാളെ എന്തായാലും നേരത്തെ വരും. അപ്പം ബൈ ലിസേ, നാളെ കാണാം. ഹലോ അർമീസേ, അന്വേഷിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം സോറി. എന്താണെന്ന് വെച്ചാൽ വീഡിയോ ലെങ്ത് കുറവാണ്, പിന്നെ പാട്ട് വന്നിട്ടിട്ട് 1 മന്ത് ആയി കാണും, ഞാൻ ഫുള്ള് ബിസി ആയിരുന്നു. പിന്നെ ഈ 1 ഷോട്ടാണ്, പക്ഷേ സ്റ്റോറിൻ്റെ പോക്ക് കണ്ടിട്ട് ഇനിയും 2-3 എപ്പിസോഡ് എന്തായാലും കാണും. പിന്നെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, മറക്കല്ല കേട്ടോ. പിന്നെ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അടുത്ത പാർട്ടുമായി വരാവേ, ബൈ.